ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പൗലോസിൻ്റെ പ്രാർത്ഥന, എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകണമെന്നും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവിടുത്തെ വിളിയുടെ പ്രത്യാശയും വിശുദ്ധരിൽ അവിടുത്തെ പ്രകാശത്തിൻ്റെ മഹിമാധനവും അവിടുത്തെ മഹത്തായ ബലത്തിൻ്റെ വ്യാപാരപ്രകാരം വിശ്വസിക്കുന്നവരായ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പവും എന്തെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്നാണ്. ഹൃദയദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ കണ്ണ് തുറക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഈ കണ്ണ് തുറക്കുകയല്ല. ഒരു ഉദാഹരണം പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 15 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവപുരുഷൻ്റെ ഭൃത്യൻ ഉണർന്ന് വെളിയിൽ വന്നപ്പോൾ കുതിരകളും രഥങ്ങളുമായി ഒരു സൈന്യം പട്ടണം വളഞ്ഞിരിക്കുന്നതായി കണ്ടു. അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് അയാൾ നിലവിളിച്ചു. ഭയപ്പെടേണ്ട, നമ്മളോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണെന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞു. എന്നിട്ട് 17-ാമത്തെ വാക്യം പറഞ്ഞു, യഹോവേ, ഇവൻ കാണുമാർ ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് എലീശ പ്രാർത്ഥിച്ചു. അപ്പോൾ യഹോവ ആ ഭൃത്യൻ്റെ കണ്ണ് തുറന്നു. അഗ്നിമയങ്ങളായ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നതായി അയാൾ കണ്ടോ. അവിടെ ആത്മാവിൻ്റെ ലോകത്തിലേക്കുള്ള വലിയ ദൃഷ്ടിയുടെ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. അവിടെ എലീശയും പ്രവാചകനും പ്രാർത്ഥിച്ച അവിടെ അത് തന്നെയാണ്. ഇവിടെ പൗലോസും പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്, ആത്മാവിൻ്റെ കണ്ണ് തുറക്കണമേ. എന്നാൽ ഇന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ, ശുശ്രൂഷകന്മാർ എന്നറിയപ്പെടുന്നവർ ഈ ആത്മാവിൻ്റെ കണ്ണ് തുറക്കണമേ എന്നുള്ളതൊന്നും അല്ല അവരുടെ പ്രാർത്ഥനാ വിഷയം. അവരുടെ പ്രാർത്ഥനാ വിഷയം പാസ്പോർട്ട് എടുത്തോ, വിസ വരട്ടെ. ഒരുത്തനെ നാൾ പറയുന്നത് കേട്ടു, കർത്താവ് ഒരു ഡിസ്കിങ് എടുത്തുകൊണ്ട് പോവാ, ഒരുത്തനെ ഞാനിവിടെ സൗഖ്യമാക്കാൻ പോവാന്ന്. കർത്താവ് എൻ്റെ വേലക്കാരനോ? അപ്പോൾ എന്നാ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഇത് വീഡിയോ ആയിട്ട് കിട്ടും, അവന്മാർ എടുത്തിട്ടലക്കും. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്നാ വെച്ചാൽ, നിങ്ങളുടെ അകത്തെ കണ്ണ്, ഉള്ളിലെ കണ്ണ് ഒരിക്കലും തുറക്കാതെ ഭൗതിക കണ്ണ് മാത്രം തുറന്നു വെച്ച് ഈ ലോകത്തോടു കൂടെ നശിച്ചു പോകട്ടെ എന്നതാണ് ഇവരുടെ ഉദ്ദേശം തന്നെ. ഒന്നുകിൽ അല്ലെങ്കിൽ ഇവരുടെ അകത്തെ കണ്ണും തുറന്നിട്ടില്ലെന്നുള്ളതാണ് വേറൊരു സത്യം. ഒരുത്തൻ അറിയാവുന്ന കാര്യമല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അകത്തെ കണ്ണ് തുറന്ന് മറ്റു കാര്യങ്ങൾ കണ്ടിട്ടുള്ള ഒരുത്തനല്ലേ അതിനെക്കുറിച്ച് വല്ലതും പറയാൻ പറ്റുള്ളൂ. അത് കാണാത്ത ഒരുത്തൻ എന്നാ പറയാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഇവർ ശുശ്രൂഷിക്കുന്നത് യേശുവിന് വേണ്ടി അല്ല, മറിച്ച് പിശാചിന് വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അകത്തെ കണ്ണ് തുറന്നാൽ യേശുവിൻ്റെ വെളിപ്പാട് കിട്ടുന്നവന്, പുറത്തെ കണ്ണ് തുറക്കുന്നവൻ അമേരിക്കയ്ക്കും ഖത്തറിനും ഒക്കെയുള്ള വിസയാണ് കാണുന്നത്. അത് കൊതിയോടെ നോക്കുന്ന ഒരുത്തന് അകത്തെ കണ്ണ് തുറന്നിട്ട് തന്നെ കാര്യം. പക്ഷേ ഒരു കാര്യമുണ്ട്, അന്ത്യകാഹളം മുഴങ്ങും, ആകാശം പുസ്തകച്ചുരുൾ പോലെ ചുരുണ്ടു മാറും, ഭൂമിയും അതിൻ്റെ മൂലപദാർത്ഥങ്ങളും വെന്തുരുകും, സ്വർണം വെള്ളി പാസ്പോർട്ട് വിസ ATM അക്കൗണ്ട് എല്ലാം എരിഞ്ഞമരുമ്പോൾ നല്ല ദാസനെ ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷ കൊണ്ട് ആ വ്യക്തികൾക്ക് പ്രയോജനമുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കൂടെ ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ട് പോകണം. പാസ്പോർട്ടും വിസയും വേണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അവൻ ചിന്തിക്കണം, എനിക്ക് ഈ പാസ്പോർട്ട് തന്നത് എൻ്റെ ദൈവമാണ്, ഈ വിസ തന്നത് എൻ്റെ ദൈവമാണ്, എനിക്ക് ആയുസ് തന്നത് എൻ്റെ ദൈവമാണ്, എനിക്ക് ആരോഗ്യം തന്നത് എൻ്റെ ദൈവമാണ്, എനിക്ക് ഭാഷ പഠിക്കാൻ കഴിവ് തന്നത് ദൈവമാണ്, വിദ്യാഭ്യാസം തന്നത് ദൈവമാണ്, നടത്തുന്ന ദൈവമാണ്, വളർത്തുന്ന ദൈവമാണ്, ഉയർത്തുന്നത് ദൈവമാണ്. ഇതെല്ലാം ഒരു ബോധ്യമുള്ളവൻ എവിടെ ചെന്നാലും അവൻ കർത്താവിൻ്റെ ശിഷ്യനായി മാറും. അല്ലെ അവൻ നേതാവിൻ്റെ ശിഷ്യനായിട്ട് മാറും. നേതാവിൻ്റെ ശിഷ്യന്മാരെ കർത്താവിന് വേണ്ട എന്നാണ് പറയുന്നത്. പിന്നത്ത് ലൂക്കാസ് സുവിശേഷത്തിൽ ഒരു വാക്യം 12-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെ ഇങ്ങനെ പറയുന്നു. അദ്ദേഹം അവരോട് രൂപം പറഞ്ഞു, ഒരു ധനവാൻ്റെ വയലിൽ നല്ല വിളവുണ്ടായി. അവൻ ചിന്തിച്ചു, ഞാൻ എന്താണ് ചെയ്യുക? എൻ്റെ വിളവ് ശേഖരിച്ച് സൂക്ഷിക്കാൻ സ്ഥലമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്യും. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ച് കളഞ്ഞ് കൂടുതൽ വലിയവ പണിയും. അവിടെ എൻ്റെ ധാന്യവും സാധനങ്ങളും ഞാൻ സംഭരിച്ച് വെക്കും.
പിന്നെ ഞാൻ എന്നോട് തന്നെ, നിനക്ക് അനേകം വർഷങ്ങളിലേക്ക് വേണ്ടുന്ന നല്ല വിഭവങ്ങൾ ധാരാളമുണ്ട്, ഇനി വിശ്രമിച്ചു കൊള്ളുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. എന്നാൽ ദൈവം അവനോട്, ഭോഷ, ഈ രാത്രിയിൽ തന്നെ നിൻ്റെ ജീവനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ നിനക്കായി ഒരുക്കി വെച്ചത് ആർക്ക് കിട്ടും എന്ന് പറഞ്ഞു. തനിക്ക് വേണ്ടി തന്നെ വസ്തുവകൾ സംഭരിച്ച് വയ്ക്കുകയും എന്നാൽ ദൈവസംബന്ധമായി സമ്പന്നനാകാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും കാര്യം ഇങ്ങനെയാകുന്നു എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ മനസ്സിലാക്കിയ ഒരുത്തനെ മനസ്സിലാക്കിയിട്ട് വേണം പറഞ്ഞു വിടാൻ. കാരണം പോകുന്നവൻ അവിടെ ചെല്ലുമെന്നോ പോരുന്നവൻ ഇവിടെ വരുമെന്നോ ഒന്നും ഉറപ്പില്ലാത്ത ഒരു കാലഘട്ടം, ലോകം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് മത്തായി സുവിശേഷം അതിൻ്റെ അവസാന അധ്യായത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 19-20 കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജനതകളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ യുഗാന്ത്യം വരെയും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് കർത്താവ് പറഞ്ഞ അവസാനത്തെ കൽപ്പന. അതുകൊണ്ട് നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ യുഗാന്ത്യം വരെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുവിൻ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി സകല ജാതിയെയും എൻ്റെ സുവിശേഷം അറിയിക്കണം, ശിഷ്യരാക്കണം, എന്നിട്ട് സ്നാനപ്പെടുത്തണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ജീവിത അവസാനം വരെ എല്ലാ ദിവസവും കൂടെ ഉണ്ടാവും എന്ന് എഴുതിയേക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യനായതിന് ശേഷം സ്നാനപ്പെടണമെന്നാണ് വചനം പറയുന്നത്. യേശുവിൻ്റെ ശിഷ്യനായതിന് ശേഷം സ്നാനപ്പെടണമെന്ന്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ വചനമൊക്കെ നമ്മൾ സത്യമാണോ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ആദ്യം വചനം വെച്ചൊന്ന് നോക്കണം. ഇനി വചനം വെച്ച് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള ശിഷ്യന്മാരിപ്പോൾ സഭയിലുണ്ടോ എന്നും കൂടെ തീർച്ചയായിട്ടും അന്വേഷിക്കണം. ഇപ്രകാരമുള്ള ശിഷ്യന്മാർ സഭയിലുണ്ടോ എന്ന് തീർച്ചയായും അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള ശിഷ്യന്മാരൊന്നും സഭയിലില്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ജാതീയ മതങ്ങളെപ്പോലെ, പൗരോഹിത്യ മതങ്ങളെപ്പോലെ ഇന്ന് കാണുന്ന വിശ്വാസഗോളവും ഒരു മതമായി മാറി എന്ന് മനസ്സിലാകാം. ഒരു പെന്തക്കോസ് മതമായി മാറി, ഒരു ന്യൂ ജനറേഷൻ മതമായി മാറി, ആഭരണം ഇടാവുന്ന മീശ എടുക്കേണ്ടാത്ത ഒരു മതമായി മാറി, അല്ലെങ്കിൽ ആഭരണം ഊരി മീശ എടുത്ത ഒരു മതമായി മാറി. പക്ഷേ ഇതിനെ എല്ലാം കർത്താവ് കുറുവാ സംഘമൊന്നും വിളിക്കുകയല്ല, അതിലും കൂടിയ കുരവ സംഘമെന്ന് വിളിക്കും. കുരവാ സംഘം അല്ലെങ്കിൽ കുരവാ സംഘം എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് അതപ്പതിക്കുന്നെങ്കിൽ നല്ല ദാസനെ ഇവിടെ കയറി വരിക എന്ന് കർത്താവ് ആരോട് പറയേണ്ടി വരും? അതുകൊണ്ട് നമ്മൾ ഇതിനകത്തു നിന്നെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീക മർമ്മം. പൗലോസ് അതാ പ്രാർത്ഥിച്ചത്, കർത്താവേ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമേ. പ്രവാചകൻ തൻ്റെ ശിഷ്യൻ പേടിച്ചു പോയപ്പോൾ പ്രവാചകൻ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചതും കർത്താവേ ഇവൻ്റെ കണ്ണ് തുറന്നു കൊടുക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ നോക്കിയപ്പോൾ താഴ്വാരം മുഴുവൻ ഒരു സൈന്യം വന്നതായിട്ട് അവൻ കണ്ടത്. എന്നാൽ അവൻ്റെ അകത്തെ കണ്ണ് തുറക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അകത്തെ കണ്ണ് തുറക്കുകയും അതിനനുസരിച്ച് അവൻ ദൈവികമായ കാഴ്ചകൾ കാണുകയും ചെയ്തു. എങ്കിൽ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അകത്തെ കണ്ണുകൾ തുറന്നാൽ ദൈവം ഇതിൽ എന്തുദ്ദേശിക്കുന്നുവോ അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ, ഞാൻ ഈ പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്, ഭൗതിക ജോലി മനുഷ്യൻ ചെയ്യേണ്ടെന്നൊന്നും അർത്ഥമില്ല. ഭൗതിക ജോലി മനുഷ്യൻ ചെയ്യണം, അത് ഉത്തരവാദിത്തോടെ ചെയ്യണം, അത് കൃത്യമായിട്ട് ചെയ്യണം. ദൈവം ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ വിളിക്കും തങ്ങളിലുള്ള വരത്തിനും അനുസരിച്ച് ശുശ്രൂഷ ചെയ്യണം. ഇടയ ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവൻ ഇടയ ശുശ്രൂഷ ചെയ്യണം. പ്രവാചകൻ്റെ ശുശ്രൂഷയുള്ളവൻ യോഗ്യനായി പ്രവാചകൻ്റെ ശുശ്രൂഷ ചെയ്യണം. അപ്പസ്തോലൻ്റെ ശുശ്രൂഷയുള്ളവൻ യോഗ്യമായി അപ്പസ്തോലൻ്റെ ശുശ്രൂഷ ചെയ്യണം. ഉപദേശകൻ്റെ ശുശ്രൂഷയുള്ളവൻ യോഗ്യമായി ഉപദേശകൻ്റെ ശുശ്രൂഷ ചെയ്യണം. വരങ്ങൾ 9 ദൈവം വെച്ചിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നവൻ വരങ്ങൾക്കനുസരിച്ച് ശുശ്രൂഷിക്കണം. അപ്പോൾ തന്നെ അവനെ ആക്കിയിരിക്കുന്ന ഭൗതിക ജീവിത സാഹചര്യങ്ങളിലും അവൻ ഉത്തരവാദിത്തോടെ നിൽക്കണം. അങ്ങനെ എല്ലാവരും കർത്താവിനെ നോക്കി മുന്നേറി നിത്യതയോളം എത്തണം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോട് കർത്താവ് പറയുന്നതാണ് അന്തിമ നാളിൽ നല്ല ദാസനെ ഇവിടെ കയറി വരിക. അങ്ങനെ ഒരു വിളി കേൾക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, അന്ത്യനാളിൽ കർത്താവ് നല്ല ദാസനെ ഇവിടെ കയറി വരിക എന്ന് ഹൃദയപൂർവ്വം സ്നേഹത്തോടെ വിളിക്കത്തക്കവണ്ണം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഒരു ജീവിതം ഈ ഭൂമിയിൽ പൂർത്തീകരിപ്പാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നിർദ്ദേശങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും തന്നാൽ അത് സ്വീകരിക്കത്തക്കവണ്ണം ഹൃദയത്തിൻ്റെ
ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ എന്നും ഹൃദയദൃഷ്ടികളുടെ പ്രകാശനത്തിലൂടെ ദൈവവചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നിത്യതയോളം എത്തുവാനും കേൾവിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്നവർ, അവരുടെ കയ്യിലുള്ള ആടുകൾ, ആ ദൈവജനങ്ങൾ, അവർ കർത്താവിൻ്റെ വീണ്ടും വരവുങ്കൽ ആ ജനത്തിനെ നിത്യതയിൽ എത്തിക്കുവാനായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ ഓരോരുത്തരെയും കണ്ണുകൾ തുറന്നു കൊടുക്കണമേ. അതല്ലാതെ പിശാചിലേക്കും അവൻ്റെ രാജ്യത്തിലേക്കും തുറക്കുന്ന ശുശ്രൂഷകരെ അങ്ങ് ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കണമേ. അവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ദൈവം ഒഴിവാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.